10th സ്റ്റാൻഡേർഡ് CBSEയിലെ സെക്കൻഡ് ചാപ്റ്ററായ നെൽസൺ മണ്ടേല ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് നെൽസൺ മണ്ടേല, അതായത് നമ്മുടെ നെൽസൺ മണ്ടേല എഴുതിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇത്. ബിഫോർ യു റീഡ്, അപ്പാർത്തൈഡ് ഈസ് എ പൊളിറ്റിക്കൽ സിസ്റ്റം ദാറ്റ് സെപ്പറേറ്റ്സ് പീപ്പിൾ അക്കോർഡിംഗ് ടു ദെയർ റേസസ്. ജനങ്ങളെ അവരുടെ റേസിനെ അഭിമുഖീകരിച്ച് തിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തെയാണ് അപ്പാർത്തൈഡ് എന്ന് പറയുന്നത്. Can you say which of the three countries named below had such a political system until very recently? താഴെ 3 രാജ്യങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഈ രാജ്യങ്ങളിൽ ഏതിലാണ് അപ്പാർത്തൈഡ് സിസ്റ്റം അടുത്തിടയ്ക്ക് വരെ നിലനിന്നിരുന്നതാണ് ചോദ്യം. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് സ്വയം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. Have you heard of Nelson Mandela? Mandela and his African National Congress spent a life fighting against apartheid. നിങ്ങൾ നെൽസൺ മണ്ടേലയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? മണ്ടേലയും അദ്ദേഹത്തിൻ്റെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ANC എന്ന് പറയുന്ന ആ ഒരു പാർട്ടി അവരുടെ ജീവിതകാലം മുഴുവൻ ഈ അപ്പാർത്തൈഡിനെതിരെ ഫൈറ്റ് ചെയ്തവരാണ്. മണ്ടേല ഹാഡ് ടു സ്പെൻഡ് 30 years ഇൻ പ്രിസൺ. ഏകദേശം 30 വർഷത്തോളം മണ്ടേല എന്ത് ചെയ്തിരുന്നു? പ്രിസണിൽ സ്പെൻഡ് ചെയ്തിരുന്നു. ഫൈനലി ഡെമോക്രാറ്റിക് ഇലക്ഷൻസ് വെയർ ഹെൽഡ് ഇൻ സൗത്ത് ആഫ്രിക്ക ഇൻ 1994 ആൻഡ് മണ്ടേല ബിക്കെയിം ദ ഫസ്റ്റ് ബ്ലാക്ക് പ്രസിഡന്റ് ഓഫ് എ ന്യൂ നേഷൻ. 1994 നടന്ന സൗത്ത് ആഫ്രിക്കൻ ഡെമോക്രാറ്റിക് ഇലക്ഷനിൽ മണ്ടേലയുടെ പാർട്ടി ജയിക്കുകയും അദ്ദേഹം ആദ്യമായിട്ട് ഉള്ള ഒരു ബ്ലാക്ക് പ്രസിഡന്റായി മാറുകയും ചെയ്തു. In this extract from his autobiography, Long Walk to Freedom, Mandela speaks about a historic occasion, the inauguration. Can you guess what the occasion might be? Check your guess with this news item from the BBC of 10 May 1994. ഈ പാഠം ഓട്ടോബയോഗ്രഫിയാണ്. മണ്ടേല എഴുതിയ ഒരു ഓട്ടോബയോഗ്രഫിയുടെ ചെറിയൊരു എക്സ്ട്രാക്റ്റ് ആണ്. ഓക്കെ, ഇതിൽ പറയുന്നത് ഒരു ഹിസ്റ്റോറിക് ഒക്കേഷനിൽ നടന്ന ഇന്നാഗ്രേഷനെ കുറിച്ചാണ്. അത് ഏതാണെന്നാണ് ചോദ്യം. താഴെ BBCയിൽ വന്ന ഒരു ന്യൂസ് ഐറ്റം കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് വായിച്ചു നോക്കാം. അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇത് എന്താണെന്ന് മനസ്സിലാക്കാം. മണ്ടേല ബിക്കം സൗത്ത് ആഫ്രിക്കാസ് ഫസ്റ്റ് ബ്ലാക്ക് പ്രസിഡന്റ്. Nelson Mandela has become South Africa's first black president after more than 3 centuries of white rule. Mr. Mandela's African National Congress ANC party won 252 of the 400 seats in the first democratic elections of South Africa's history. The inauguration ceremony took place in the Union Buildings amphitheater in Pretoria today, attended by politicians and dignitaries from more than 140 countries around the world. Never, never again will this beautiful land experience the oppression of one by another, said Nelson Mandela in his address. Jubilant scene on the streets of Pretoria followed the ceremony with the black, white and colors celebrating together. More than 100,000 South African men, women and children of all races sang and danced with joy. നെൽസൺ മണ്ടേല ആഫ്രിക്കയുടെ പ്രസിഡന്റായ സമയത്ത് നടന്ന ഒരു പത്രവാർത്തയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ പത്രവാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ഇനാഗുറേഷൻ ഏതാണെന്ന്. ഓക്കെ, അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടുള്ള ആ ഒരു ഇനാഗുറേഷനെ കുറിച്ചുള്ള സെറിമണിയെ കുറിച്ചുള്ള വാർത്തയാണ് നേരത്തെ മുകളിൽ നമുക്ക് പറഞ്ഞിരുന്നത്. ഇതിലൊരു ചെറിയ ആക്ടിവിറ്റി ഉണ്ട്. ഇൻ കോളം A ആർ സം എക്സ്പ്രഷൻസ് യു വിൽ ഫൈൻഡ് ഇൻ ദ ടെക്സ്റ്റ്. മേക്ക് എ ഗസ് ആൻഡ് മാച്ച് ഈച്ച് എക്സ്പ്രഷൻ വിത്ത് ആൻ അപ്രോപ്രിയേറ്റ് മീനിങ് ഫ്രം കോളം B. കോളം എയിൽ കൊടുത്തിരിക്കുന്നത് ഈ പാഠത്തിൽ ഉടനീളമുള്ള കുറച്ച് എക്സ്പ്രഷൻസ് ആണ്. കോളം ബിയിൽ കൊടുത്തിരിക്കുന്നതോ അതിൻ്റെ മീനിങ്ങും. നമുക്ക് എന്ത് ചെയ്യാം, പാഠം മുഴുവൻ വായിച്ചതിന് ശേഷം ഈ ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. ലെറ്റ്സ് ബിഗിൻ ദി സ്റ്റോറി. 10 May dawned bright and clear. For the past few days I had been pleasantly besieged by dignitaries and world leaders who were coming to pay their respects before the inauguration. മെയ് 10 ഉണർന്നിരിക്കുകയാണ്. അത് വളരെ ബ്രൈറ്റും ക്ലിയറുമാണ്. ഡോണ്ട് എന്ന് വെച്ചാൽ നമ്മൾ സൂര്യൻ്റെ ഉദയം പോലെയാണ് ഉണർവെന്ന് പറയുന്നത്. ഫോർ ദ പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഐ ഹാഡ് ബീൻ പ്ലസന്റ്ലി ബിസീജ്ഡ് ബൈ ഡിഗ്നറ്ററീസ് ആൻഡ് വേൾഡ് ലീഡേഴ്സ് ഹു വെയർ കമ്മിങ് ടു പേ ദെയർ റെസ്പെക്ട്സ് ബിഫോർ ദ ഇനാഗ്രേഷൻ. ബിസീജ്ഡ് എന്ന് വെച്ചാൽ ടു ബി സറൗണ്ടഡ് ക്ലോസ്ലി ബൈ, അതായത് കൂട്ടം കൂടി നിൽക്കുക, ചുറ്റും നിൽക്കുക. കഴിഞ്ഞ കുറച്ച് ദിവസമായി വേൾഡ് ഡിഗ്നിറ്ററീസും അതുപോലുള്ള ലീഡേഴ്സും നെൽസൺ മണ്ടേലയെ എന്ത് ചെയ്യുകയാണ്, വളരെയധികം പ്രശംസിക്കുകയാണ്. അവർ ചുറ്റും നിന്ന് മണ്ടേലയെ പ്രശംസിക്കുകയാണെന്നാണ് പറഞ്ഞത്. ദ ഇനാഗുറേഷൻ വുഡ് ബി ദ ലാർജസ്റ്റ് ഗ്യാതറിംഗ് എവർ ഓഫ് ഇൻ്റർനാഷണൽ ലീഡേഴ്സ് ഓൺ സൗത്ത് ആഫ്രിക്കൻ സോയിൽ. ഈ ഒരു ഇനാഗുറേഷൻ സൗത്ത് ആഫ്രിക്കൻ സോയിലിൽ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഗ്യാതറിംഗ് ആയിരിക്കുമെന്നാണ് മണ്ടേല പറയുന്നത്. The ceremonies took place in the lovely sandstone amphitheater formed by the Union Building in Pretoria.
ആംപി തിയേറ്റർ എന്ന് വെച്ചാൽ എ ബിൽഡിംഗ് വിത്തൗട്ട് എ റൂഫ് വിത്ത് മെനി റോസ് ഓഫ് സീറ്റ്സ് റൈസിംഗ് ഇൻ സ്റ്റെപ്സ് ടിപ്പിക്കലി ഓഫ് ഏൻഷ്യൻറ്റ് ഗ്രീസ് ആൻഡ് റോം. ആംപി തിയേറ്ററിനെ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? നമ്മൾ ക്രിക്കറ്റ് ഗ്രൗണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം, അതുപോലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, അതേപോലെ ഒരു സ്റ്റേഡിയത്തെയാണ് ഈ ആംപി തിയേറ്റർ എന്ന് പറയുന്നത്. ഈ ആംപി തിയേറ്ററിൽ സെറിമണിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ഈ ആംപി തിയേറ്റർ എവിടെയാണ്? യൂണിയൻ ബിൽഡിംഗ് ഇൻ പ്രിട്ടോറിയയിലുള്ള യൂണിയൻ ബിൽഡിംഗ്സിലാണ് ഉള്ളത്. ഫോർ ഡെക്കേഡ്സ് ദിസ് ഹാഡ് ബീൻ ദ സീറ്റ് ഓഫ് വൈറ്റ് സൂപ്പർമസി ആൻഡ് നൗ ഇറ്റ് വാസ് ദ സൈറ്റ് ഓഫ് എ റെയിൻബോ ഗാദറിംഗ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ആൻഡ് നേഷൻ ഫോർ ദ ഇൻസ്റ്റലേഷൻ ഓഫ് സൗത്ത് ആഫ്രിക്കാസ് ഫസ്റ്റ് ഡെമോക്രാറ്റിക് നോൺ റേഷ്യൽ ഗവൺമെന്റ്. ഡെക്കേഡ്സ് എന്ന് വെച്ചാൽ ഈ 10 വർഷത്തെ കൂടുന്നതാണ് ഡെക്കേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെക്കേഡ്സ് എന്ന് പറയുമ്പം 10, 20, 30 വർഷത്തിന് മുകളിലായിരിക്കും. ഓക്കെ, 10-20 വർഷത്തോളം ഈ ഒരു സീറ്റ് എന്ന് പറയുന്നത് വൈറ്റ് സൂപ്പർമസി, അതായത് വെള്ളക്കാരുടെ അധീനതയിലായിരുന്നു. പക്ഷേ ഇപ്പോഴെങ്ങനെയാണ്? ദിസ് ഈസ് എ സൈറ്റ് ഓഫ് എ റെയിൻബോ ഗാദറിംഗ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്. പല നിറത്തിലുള്ള കളേഴ്സ് ഒരുമിച്ച് ചേർന്ന ഒരു റെയിൻബോ പോലെയാണ് ഈ ഒരു സ്ഥലം മാറിയിരിക്കുന്നത്. ആൻഡ് നേഷൻസ് ഫോർ ദ ഇൻസ്റ്റലേഷൻ ഓഫ് സൗത്ത് ആഫ്രിക്കാസ് ഫസ്റ്റ് ഡെമോക്രാറ്റിക് നോൺ റേഷ്യൽ ഗവൺമെൻറ്. ഓക്കെ, ആദ്യമായിട്ട് സൗത്ത് ആഫ്രിക്കയുടെ ഡെമോക്രാറ്റിക്കും നോൺ റേഷ്യൽ ഗവൺമെൻറ്, ഓക്കെ, അതുപോലുള്ള ഗവൺമെൻറ്റിൻ്റെ ഇൻസ്റ്റലേഷൻ കാണാനാണ് ഇവരെല്ലാം വന്നിരിക്കുന്നത്. ഇവിടെ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് റെയിൻബോ എന്ന് കൊടുത്തിരിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേസസ് ആണ്. ഓക്കെ, പല തരത്തിലുള്ള ആൾക്കാരെയാണ് ഇവിടെ റെയിൻബോ ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ഓക്കെ, എല്ലാവരും ഒരുമിച്ച് ചേർന്നുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഓൺ ദ ലവ്ലി ഓട്ടം ഡേ ഐ വാസ് അക്കമ്പനീഡ് ബൈ മൈ ഡോട്ടർ സിനാനി. ഓക്കെ, ആ ഒരു ലവ്ലി ഓട്ടം ഡേ, ആ ഒരു ഓട്ടം ഡേ ആണ്. അന്നേ ദിവസം ഞാൻ എൻ്റെ മകൾ സിനാനിയുമായി ഒത്തുചേർന്നിരിക്കുകയാണ്. ഓൺ ദ പോഡിയം മിസ്റ്റർ ഡി ക്ലർക്ക് വാസ് ഫാസ്റ്റ് സോൺ ഇൻ ആ സെക്കൻഡ് ഡെപ്യൂട്ടി പ്രസിഡന്റ്. പോഡിയം എന്ന് വെച്ചാൽ ഈ മൈക്കൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു ടേബിൾ നിങ്ങൾ കണ്ടിട്ടാവും. ചെറുതല്ല, അല്പം പൊക്കമുള്ളതാണ്. ആൾക്കാരെ സംസാരിക്കാനൊന്നും നിൽക്കുന്നില്ലേ? ആ ഒരു ടേബിളിൽ സെക്കൻഡ് ഡെപ്യൂട്ടി പ്രസിഡന്റ് ആയിട്ട് മിസ്റ്റർ ഡി ക്ലർക്ക് എന്ത് ചെയ്യുകയാണ്? സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ദെൻ താബോ എംബഹി വാസ് സോൺ ഇൻ ആസ് ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രസിഡന്റ്. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രസിഡന്റ് ആയിട്ട് താബോ എംബഹി സത്യപ്രതിജ്ഞ ചെയ്തു. വെൻ ഇറ്റ് വാസ് മൈ ടേൺ I pledged to obey and uphold the Constitution and to devote myself to the well-being of Republic and its people. എൻ്റെ അവസരം വന്നപ്പോഴേക്കും ഈ കോൺസ്റ്റിറ്റ്യൂഷനെ നിലനിർത്തിക്കൊണ്ട് എൻ്റെ എല്ലാ കഴിവുകളും ജനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന് പ്ലെഡ്ജ് ചെയ്യുകയാണ് ചെയ്തത്. To the assembled guests and the watching world, I said. അവിടെ വന്നിരിക്കുന്ന ഗസ്റ്റിനും പോരാത്തതിന് എന്നെ കാണുന്ന ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കും വേണ്ടി ഞാൻ പറഞ്ഞത്, Today, all of us do, by our presence here, confer glory and hope to newborn liberty. ഇന്ന് അണിചേർന്നിരിക്കുന്ന നമ്മളെല്ലാം ഇവിടെ ചെയ്യുന്നത് എന്താണ്? കൺഫർ ഗ്ലോറി. കൺഫർ എന്ന് വെച്ചാൽ എ ഫോമൽ വേർഡ് ആണ്. ഹിയർ ഓർ ഗിവ്. ഓക്കെ, ഗ്ലോറി നൽകാനാണ്. ആൻഡ് ഹോപ്പ് ടു ന്യൂ ബോൺ ലിബർട്ടി. പുതുതായി ജനിച്ച ലിബർട്ടി അഥവാ ഫ്രീഡത്തിന് പ്രതീക്ഷ കൊടുക്കാനാണ്. ഔട്ട് ഓഫ് ദ എക്സ്പീരിയൻസ് ഓഫ് എൻ എക്സ്ട്രാ ഓർഡിനറി ഹ്യൂമൻ ഡിസാസ്റ്റർ ദാറ്റ് ലാസ്റ്റഡ് ടു ലോങ് മസ്റ്റ് ബി ബോൺ എ സൊസൈറ്റി ഓഫ് വിച്ച് ആൾ ഹ്യൂമാനിറ്റി വിൽ ബി പ്രൗഡ്. ഒരു എക്സ്ട്രാ ഓർഡിനറി ഹ്യൂമൻ ഡിസാസ്റ്ററിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് മുഖാന്തരം ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്? എല്ലാ ഹ്യൂമാനിറ്റിക്കും വേണ്ടി ഇവിടെ ഒരു സൊസൈറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. വി ഹൂ വെയർ ഔട്ട്ലാസ് നോട്ട് സോ ലോങ് എഗോ ഹാവ് ടുഡേ ബീൻ ഗിവൺ ദ റെയർ പ്രിവിലേജസ് ടു ബി ഓസ് ടു നേഷൻസ് ഓഫ് ദ വേൾഡ് ഓൺ അവർ ഓൺ സോയിൽ. ഔട്ട്ലാസ് എന്ന് വെച്ചാൽ പുറന്തള്ളപ്പെട്ടവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Because of its policy of apartheid, many countries had earlier broken off diplomatic relations with South Africa. അപ്പാർത്തൈഡ് പോളിസിയുടെ അടിസ്ഥാനത്തിൽ കുറേ രാജ്യങ്ങൾ സൗത്ത് ആഫ്രിക്കയുമായുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് മുമ്പേ തന്നെ എന്ത് ചെയ്തിരുന്നു? ബ്രോക്ക് ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ഇവർ ബീൻ ഗിവൺ ദ റെയർ പ്രിവിലേജ് ടു ഹോസ്റ്റ് ടു ദ നേഷൻസ് ഓഫ് ദ വേൾഡ് ഓൺ അവർ ഓൺ സോയിൽ. ഓക്കെ, ഞങ്ങളുടെ സ്വന്തം മണ്ണിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി ഒരു ഹോസ്റ്റ് ആവാനുള്ള പ്രിവിലേജസ് ഞങ്ങൾക്ക് കിട്ടിയെന്നാണ് ഇവിടെ പറയുന്നത്. We thank all of our distinguished international guests for having come to take possession with the people of our country of what is, after all, a common victory for justice, for peace, for human dignity. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന ബാക്കിയുള്ള രാജ്യങ്ങളിലെ ഗസ്റ്റുകളെ ഞങ്ങൾ താങ്ക് യു ചെയ്യുകയാണ്. ഓക്കെ, കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഒരു കൂട്ടായ്മ, അതായത് ഒരു കോമൺ വിക്ടറി ഫോർ ജസ്റ്റിസ്, പീസ് ആൻഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി വേണ്ടിയാണ് ഇവരെല്ലാം ഇവിടെ ഒത്തുചേർന്നിരിക്കുക എന്നാണ് പറയുന്നത്. We have at last achieved our political emancipation. We pledge ourselves to liberate all our people from the continuing bondage of poverty, deprivation, suffering, gender and other discrimination. Emancipation എന്ന് വെച്ചാൽ ഫ്രീഡം ഫ്രം റെസ്ട്രിക്ഷൻ. ഓക്കെ, എന്തെങ്കിലും റെസ്ട്രിക്റ്റ് ചെയ്ത് വച്ചിരിക്കുന്നതിൽ നിന്നുള്ള ഫ്രീഡമാണ് ഇമാൻസിപ്പേഷൻ. ഓക്കെ,
ഇവരിവിടെ എന്ത് ചെയ്യുകയാണ്, ഒരു പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ, പൊളിറ്റിക്കൽ ഫ്രീഡം അച്ചീവ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം ഇവർ എന്തും കൂടി പ്ലെഡ്ജ് ചെയ്യുകയാണ്, അവർ കൂടെയുള്ള എല്ലാ ജനങ്ങളെയും പോവർട്ടിയുടെ ബോണ്ടേജിൽ നിന്ന്, ഡിപ്രിവേഷനിലുള്ള ബോണ്ടേജിൽ നിന്ന്, പിന്നെ സഫറിങ്ങിൽ നിന്ന്, സഫറിങ് ഏത് തരത്തിലുള്ളതാണ്, ജെൻഡർ ആൻഡ് അതർ ഡിസ്ക്രിമിനേഷൻ, ഇവരിൽ നിന്ന് എല്ലാം അവിടെയുള്ള ജനങ്ങളെ ലിബറേറ്റ് ചെയ്യാൻ അഥവാ ഫ്രീഡം കൊടുക്കാൻ, സ്വതന്ത്രരാക്കാൻ ഇവർ പ്ലെഡ്ജ് ചെയ്യുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നെവർ ആൻഡ് നെവർ അഗെയിൻ ഷാൾ ഇറ്റ് ബി ദാറ്റ് ദിസ് ബ്യൂട്ടിഫുൾ ലാൻഡ് വിൽ അഗെയിൻ എക്സ്പീരിയൻസ് ദ ഓപ്പറേഷൻ ഓഫ് വൺ ബൈ അനദർ. ഇനി ഒരിക്കലും ഈ ഒരു സുന്ദരമായ നാട് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഓപ്പറേഷൻ, അടിച്ചമർത്തൽ എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കട്ടെ. ദ സൺ ഷാൾ നെവർ സെറ്റ് ഓൺ സോ ഗ്ലോറിയസ് എ ഹ്യൂമൻ അച്ചീവ്മെൻറ്റ്. ലെറ്റ് ഫ്രീഡം റെയിൻ. ഗോഡ് ബ്ലെസ് ആഫ്രിക്ക. ദ സൺ ഷാൾ നെവർ സെറ്റ് ഓൺ സോ ഗ്ലോറിയസ് എ ഹ്യൂമൻ അച്ചീവ്മെൻറ്റ്. ഇതേപോലുള്ള ഒരു ഹ്യൂമൻ അച്ചീവ്മെൻറ്റ്, മനുഷ്യൻ്റെ നേട്ടത്തിന് സൂര്യൻ എന്ത് ചെയ്തിരിക്കട്ടെ, നെവർ ഷാൾ സെറ്റ്, സൂര്യൻ ഒരിക്കലും അതിൻ്റെ കിരണം അസ്തമിക്കാതിരിക്കട്ടെ. സൂര്യൻ്റെ അസ്തമയമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവരുടെ വിജയത്തിൽ സൂര്യനും പങ്കാളിയാകുന്നു, സൂര്യൻ്റെ കിരണങ്ങൾ ഇവരിൽ നിന്ന് മാറാതിരിക്കട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. ലെറ്റ് ഫ്രീഡം റെയിൻ. ഗോഡ് ബ്ലസ് അമേരിക്ക.